ഓം സായിറാം. അതായത് ഇന്നലത്തെ ബാക്കിയാണ്. താസ്കണു മകരാജ് എന്ന് പറഞ്ഞാൽ പണ്ഡരിപുരത്തിലെ വിറ്റലിൻ്റെ ഭക്തനായിരുന്നു. എപ്പോഴും അവിടുത്തെ വിറ്റലിനെ പുകഴ്ന്നു പാടിക്കൊണ്ടാണ് അവർ ഏത് നേരവും ഇരിക്കുന്നത്. അവരൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അങ്ങനെയിരിക്കെ സിർഡിയിലേക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. സിർഡിയിൽ കുറച്ച് ദിവസം ഇരുന്നിട്ട് പോവാമെന്ന് വിചാരിച്ച് അവരവിടെ വരികയായിരുന്നു. സായിബാബയെക്കുറിച്ച് അപ്പോഴാണ് അവിടെ അറിയുന്നത്. അപ്പോൾ എല്ലാ ഭക്തന്മാരും സായിബാബയെ തൊഴുതുന്നതൊക്കെ കണ്ട് ആരാണെന്ന് ചോദിച്ചപ്പോൾ അവർ ഞങ്ങളുടെ ദൈവമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ താസ്കുണു മകരാജ് അവരെ വന്നു, നിങ്ങളും വരൂ, ബാബയെ പോയി നമുക്ക് തൊഴാം എന്ന് പറയുമ്പോൾ അവർ ഇല്ല, ഞാൻ വിറ്റലല്ലാതെ എനിക്ക് വേറെ ആരെയും ഞാൻ അങ്ങനെ തൊഴുതുന്നതല്ല, എനിക്ക് എല്ലാം എൻ്റെ വിറ്റൽ മാത്രമാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ശരി ആരാണെന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സായിബാബ ഇരിക്കുന്ന മസൂതിയിലേക്ക് പോവുകയായിരുന്നു. വിറ്റലിന് പ്രാർത്ഥിക്കുകയല്ലാതെ ഞാൻ വേറെ എനിക്ക് ആരും എനിക്ക് ഉൾക്കൊള്ളാനും പറ്റില്ല, എങ്കിലും നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് വരികയായിരുന്നു താസ്കുണു മകരാജ്. അങ്ങനെ വന്നു. കുറച്ചൊക്കെ അവിടെ ഒരുപാട് ഭക്തന്മാരുണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന ശേഷം പിന്നെ ശരി പിന്നെ ഞമ്മൾക്ക് പണ്ഡരിപ്പൂർ കുറേ ദിവസങ്ങളൊക്കെ ആയി അവിടെ ബാബയോട് വന്നിരിക്കും. അങ്ങനെ ഭക്തന്മാരുകളൊക്കെ വരുന്നുണ്ടാകും. അപ്പോൾ ഒരു ദിവസം അങ്ങനെ ബാബയോട് പരിചയമെല്ലാം ആയി. അപ്പോൾ താസ്കുണു മകരാജ് ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ പണ്ഡരിപുരം പോവുകയാണ്, വിറ്റലിനെ കാണാൻ പോയിട്ട് വരാം എന്ന് പറയുകയായിരുന്നു. അപ്പോൾ ബാബ പറയുകയായിരുന്നു, ഞാൻ തന്നെ വിറ്റൽ എന്ന് പറയുമ്പോൾ താസ്കുണു മകരാജിന് വല്ലാതങ്ങ് ചിരി വന്നുപോയി. എന്നിട്ട് അവർ നാനാ സാഹിബ്, അതായത് ബാബയുടെ ഭക്തന്മാർ അവിടെ ഒരുപാടുണ്ട്, അതിലെ ഒരാളാണ് നാനാ സാഹിബ്, അവരോടിപ്പോൾ പറയുമായിരുന്നു, നോക്കൂ ഞാൻ വിറ്റലിനെ കാണാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ബാബ പറയുന്നു, നോക്കൂ ഞാനാണെന്ന് അങ്ങനെ പറയുന്നു. അപ്പോൾ അവരും പറയുന്നുണ്ടായിരുന്നു, അതെ ബാബ, എല്ലാ രൂപവും അവരെ തന്നെയാണ്, സത്യസ്വരൂപനായ സായിബാബ ശിവനും രാമനും കൃഷ്ണനും എന്താണോ നമ്മൾ ഭക്തന്മാർക്ക് ഏതാണോ നമ്മളുടെ ഇഷ്ടദൈവം ആ ദൈവമായിട്ട് നമുക്ക് ബാബയെ കാണാൻ പറ്റും എന്ന് പറയുന്നുണ്ടായിരുന്നു. താസ്കുണു മകരാജ് ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ബാബയോട് പറയാൻ പോയി, ഞാൻ പോവാൻ പോവുകയാണ്. അങ്ങനെ പറയുമ്പോഴാണ് അസത്യസ്വരൂപനായ സായിബാബ കൈയും കുത്തി നിൽക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാനായി വിറ്റലായിട്ട് അവർക്ക് കാഴ്ച ഉണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം സായിബാബയല്ലാതെ താസ്കണുവിന് പിന്നെ അവിടം വിട്ട് പോവാനോ ഒന്നും മനസ്സില്ലാതെ ജോലിയെല്ലാം വേണ്ട വെച്ച് സായിബാബയ്ക്ക് വേണ്ടി തൻ്റെ കാലം മുഴുക്കെ അവിടെയായിരുന്നു ഭഗവാന് സേവനം ചെയ്തുകൊണ്ട്. അവരെപ്പറ്റി ഒരുപാട് ബുക്സുകളൊക്കെ എഴുതിയിട്ടുണ്ട്. താസ്കുണു മകരാജ് സവരമഞ്ജരി, അഷ്ടോത്തരം പറയുന്ന പോലെ ഒട്ടനേകം ബുക്സുകളൊക്കെ എഴുതി. അവിടെ നടക്കുന്ന അതിശയങ്ങളും അത്ഭുതങ്ങളെല്ലാം അവർ അപ്പോൾ അവിടെ നടക്കുന്നതെല്ലാം ബുക്സായിട്ട് എഴുതി ഭക്തന്മാർക്കൊക്കെ അറിയിക്കുകയായിരുന്നു, ലോകം മുഴുക്കെ അറിയിക്കുകയായിരുന്നു. താസ്കണ മകരാജു എന്ന് പറയുന്ന വ്യക്തി അവരുടെ ജീവിതകാലം മുഴുക്കെ സായിബാബയുടെ കൂടെയായിരുന്നു. നല്ല നല്ല പാട്ടും എല്ലാം പാടിക്കൊണ്ട് അവിടെ തന്നെയാണ് ഇരുന്നത്. അങ്ങനെ ഇരുന്നു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ബാബയോട് പറയുകയായിരുന്നു, ഞാൻ ഗംഗാ യമുന സംഗമം കാണാൻ പോകുകയാണ് എന്ന് പറയുകയായിരുന്നു. അപ്പോൾ ബാബ ശരി പോയിട്ട് വരൂ, കണ്ടിട്ട് വരൂ എന്ന് പറയുകയായിരുന്നു. അങ്ങനെ ബാബയുടെ കാൽക്കൽ അവർ തൊട്ട് വണങ്ങാൻ പോകുമ്പോഴാണ് ആ അതിശയം കണ്ടത്. ബാബയുടെ 2 പെരുവിരലിലും ഗംഗാ യമുന സംഗമം കാണുകയുണ്ടായിരുന്നു. എല്ലാ സച്ചരിത്രത്തിലും നിങ്ങൾക്ക് കാണാൻ പറ്റും, വായിക്കുകയാണെങ്കിൽ സായിബാബയുടെ അതിശയങ്ങളൊക്കെ അറിയാൻ പറ്റും. അങ്ങനെ കാലിൽ തൊട്ട് വണങ്ങാൻ പോയ ആ താസ്കണുവിന്
ഗംഗാ സംഗമം, ഗംഗാ യമുന സംഗമം. ബാബയുടെ കാലിൽ തന്നെ താസ്കണു മഹാരാജനെ കാണാൻ പറ്റി. ഇങ്ങനെ സായിബാബയുടെ അതിശയങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതായത് നമ്മൾക്ക് ഇഷ്ട ദൈവം എന്താണോ അതാണ് സായിബാബ. സായിബാബയെ നമ്മൾക്ക് കാണാൻ പറ്റും. സായിബാബ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ ആരാണെന്നൊന്നുമില്ല. ഭഗവാൻ അള്ളാവായും യേശുവായും ബുദ്ധനായും രാമനായും കൃഷ്ണനായും ശിവനായും എല്ലാ സ്വരൂപവും ആ സത്യസ്വരൂപം തന്നെയാണ്. അമ്മയായി ദ്വാരകാമായി എന്ന് പറയുന്നത്, മസൂദിയിലത്തെ ദ്വാരകാമായി എന്ന് പറയുന്നത് അമ്മയാണ്. അമ്മയായും അതായത് ഭഗവതി നമ്മൾക്ക് കുലദൈവമായും എല്ലാം ആ സത്യസ്വരൂപ സായിബാബയെ നമ്മൾക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ്. താസ്കണുവിൻ്റെ കഥകൾ ഒരുപാടുണ്ടെങ്കിലും ഞാൻ ചുരുക്കം പറയുകയാണ്. എൻ്റെ വീഡിയോ കാണാൻ കൂടുതൽ ആൾക്കാരൊന്നും ഇല്ലെങ്കിലും സാരമില്ല. അറിയണം എന്ന് താല്പര്യവും ഉള്ളവർ ഒരു 4 ആളെങ്കിലും കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൊക്കെ പറയുന്നത്. അതും ചുരുക്കമായിട്ടാണ്. സച്ചരിതത്തിലെ കഥയെല്ലാം നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. താസ്കണു ആരാണ്, നാനാ സാഹിബ് ആരാണ്. ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേന്നും ഈ തുടക്കത്തിലെ വീഡിയോയിലെ തുടക്കത്തിലെ ഒരു സമാധി, ആ സമാധി അതായത് ജ്ഞാനാബലി എന്ന് പറയുന്ന ഒരു ഭക്തൻ്റെ സമാധിയാണ്. അതാണ് വീഡിയോൻ്റെ തുടക്കത്തിൽ ഞാൻ കാണിച്ചത്. അതായത് സായിബാബയുടെ അത്രയും ഭക്തനായിരുന്നു. സായിബാബ സമാധിയായ ശേഷം 13ാമത്തെ ദിവസം അവരും സമാധിയാകുകയായിരുന്നു. സായിബാബയുടെ